മലയാളികളുടെ പ്രിയപ്പെട്ട വാർത്താ ദിനപത്രമാണ് മലയാള മനോരമ. കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി മലയാളികളുടെ വാർത്താ പ്രഭാതം ഉണരുന്നത് തന്നെ മനോരമ വായിച്ചുകൊണ്ടായിരുന്നു. ഇന്നും പത്രങ്ങളുടെ നിലവാരവും റേറ്റിംഗും ഒക്കെ പരിശോധിച്ചാൽ മലയാള മനോരമ തന്നെയാണ് മുന്നിലുള്ളത്. എന്നാൽ മനോരമ കുടുംബത്തിൽ നിന്നുള്ള 2006 തുടങ്ങിയ മനോരമ ന്യൂസ് എന്ന സാറ്റലൈറ്റ് ചാനലും അതിന് ഏറെ മുൻപേ ആരംഭിച്ച മനോരമ ഓൺലൈനും റേറ്റിംഗിൽ കൂപ്പുകുത്തുകയാണ്. മനോരമ ന്യൂസ് ചാനൽ ആദ്യ കുറച്ചുകാലം 1ാം സ്ഥാനത്തിന് ഏഷ്യാനെറ്റുമായി മത്സരിച്ചു നിന്നതൊഴിച്ചാൽ പിന്നീട് ഒന്നും രണ്ടാമതോ മൂന്നാമതോ ആയിരുന്നു. 2018 ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ 24 ന്യൂസ് ചാനൽ എത്തിയത് മുതൽ 3ാം സ്ഥാനത്തായി. ഒരുപാട് പരിമിതികളോടെ ആയിട്ട് പോലും 2023 റിപ്പോർട്ടർ TV പുതിയ മാനേജ്മെന്റിന് കീഴിൽ റീലോഞ്ച് ചെയ്തതോടെ മനോരമയുടെ 3ാം സ്ഥാനവും എന്നേക്കുമായി നഷ്ടപ്പെട്ട് 4ാം സ്ഥാനത്തേക്ക് എത്തപ്പെട്ടു. ഇടയ്ക്ക് മാതൃഭൂമി ചാനൽ മുകളിൽ കയറിയപ്പോൾ 5ാം സ്ഥാനത്തും എത്തി. നിലവിൽ മനോരമയ്ക്ക് പിന്നിൽ കൈരളി TVയും ജനം TVയും മാത്രമേ ഉള്ളൂ. ഒട്ടേറെ ഓൺലൈൻ ചാനലുകൾ ഉണ്ടാകുന്ന മത്സരത്തിൽ മനോരമ ഓൺലൈനും വല്ലാതെ പിന്നോട്ട് പോയി. ആദ്യകാലങ്ങളിലെല്ലാം ഓൺലൈൻ നമ്പർ 1 ആയിരുന്നു. അതുകൊണ്ട് തന്നെ പത്രത്തിന്റെ പ്രചാരം കുറയുമ്പോൾ ഇത് രക്ഷയാകുമെന്ന് കരുതി. എന്നാൽ യൂട്യൂബ് ചാനലുകളുടെ തള്ളിക്കയറ്റത്തിൽ ആ സാധ്യത മങ്ങുകയായിരുന്നു. ഇതോടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി. നിലവാരം പണയം വെച്ചും പലപ്പോഴും പലരോടും മത്സരിക്കാനായി പിന്നെ ശ്രമം. അതോടെ കണ്ടന്റിന്റെ ക്രെഡിബിലിറ്റിയുടെ കാര്യത്തിൽ പോലും മനോരമയുടെ ഈ പ്ലാറ്റ്ഫോമുകളെ ആരും ആശ്രയിക്കാതെ സ്ഥിതി വന്നു. പരസ്യ വരുമാനത്തിന്റെ കാര്യത്തിലും മനോരമ കുടുംബത്തിന് ഓൺലൈൻ ബാധ്യതയായി മാറുകയായിരുന്നു. മാറിയ കാലത്തിന്റെ പുത്തൻ പരീക്ഷണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കാതെ പോയതാണ് മനോരമ ന്യൂസ് പിന്നോട്ട് പോകുവാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. പുതിയ ചാനലുകളെല്ലാം തന്നെ AR, VR സ്റ്റുഡിയോ സംവിധാനങ്ങളും മറ്റ് സംവിധാനങ്ങളും കൊണ്ടുവന്നപ്പോൾ പഴയ ശൈലിയിലുള്ള വാർത്താ അവതരണം മാത്രമാണ് മനോരമ ഇപ്പോഴും പിന്തുടരുന്നത്. പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു പിടി മാധ്യമ പ്രവർത്തകർ മനോരമയുടെ നേതൃത്വത്തിലുണ്ടെങ്കിലും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാത്തത് തിരിച്ചടി സമ്മാനിക്കുന്നുണ്ട്. പത്രവും 1ാം സ്ഥാനത്താണ് എന്ന് പറയുമ്പോഴും പ്രചാരം നാൾക്കുനാൾ കുറഞ്ഞു വരികയാണ്. മലയാളത്തിലെ മറ്റു പത്രങ്ങളെ ബാധിച്ചതുപോലെ പ്രചാരത്തിലുണ്ടാകുന്ന ഇടിവ് മനോരമയെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്തിന് മുൻപ് സർക്കുലേഷൻ 24 ലക്ഷം കടന്ന് 25-ലെത്തുമെന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോയെങ്കിലും പിന്നെ ഇറക്കമായിരുന്നു. 7 വർഷം കൊണ്ട് 8.5 ലക്ഷം കോപ്പിയാണ് ഇങ്ങനെ കുറഞ്ഞത്. പത്രം കഴിഞ്ഞാൽ ഏറ്റവും വരുമാനം കൊണ്ടുവരുന്ന വനിതയുടെ പ്രചാരവും കുത്തനെ ഇടിഞ്ഞ് ദയനീയാവസ്ഥയിലായി. വനിത ഇറക്കുന്ന MM പബ്ലിക്കേഷൻസ് നോട്ട്ബുക്ക് അച്ചടി പോലെ മറ്റ് ബിസിനസ്സിലേക്കും കടന്നിട്ടുണ്ട്. ഒരു കാലത്ത് കോൺഗ്രസുകാരും മധ്യ തിരുവിതാംകൂറിലുള്ള കേരള കോൺഗ്രസുകാരുമായിരുന്നു മലയാള മനോരമ പത്രത്തിന്റെ പ്രചാരകർ. ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഒട്ടേറെ നേതാക്കളുടെ വളർച്ചയിലും നിർണായകമായ പങ്കുവഹിച്ച മാധ്യമ സ്ഥാപനമായിരുന്നു മനോരമ. പല പ്രതിസന്ധികളിലും കോൺഗ്രസിനെയും UDFനെയും സംരക്ഷിച്ചതും ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചിട്ടുള്ളതുമൊക്കെ മനോരമ തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് മനോരമയെ കോൺഗ്രസും കോൺഗ്രസിനെ മനോരമയും കൈവിട്ട മട്ടാണ്. അല്ലെങ്കിൽ തന്നെ കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിന് പുറത്തായ കോൺഗ്രസിനെ കൊണ്ട് മനോരമയ്ക്ക് വലിയ ഉപകാരങ്ങൾ ഒന്നുമില്ല. അതേസമയം ഇടയ്ക്ക് സംഘപരിവാറിന് അനുകൂലമായി നിലകൊള്ളുവാനും മനോരമ ശ്രദ്ധിക്കാറുണ്ട്. അതേസമയം ന്യൂസ് ചാനലുകളിൽ വീണ്ടും കൂടുമാറ്റത്തിന് സമയം കൂടിയാണ്. എത്രയോ കാലത്തെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മേധാവിത്വത്തെ തകർത്ത് കഴിഞ്ഞ 2 ആഴ്ചകളിലും ബാക്ക് റേറ്റിംഗിൽ റിപ്പോർട്ടർ TV ആയിരുന്നു മുന്നിൽ. ഇതോടെയാണ് റിപ്പോർട്ടറിലെ ഉണ്ണി ബാലകൃഷ്ണനെ തങ്ങൾക്കൊപ്പം എത്തിച്ച് ഏഷ്യാനെറ്റ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് ഉണ്ണി ബാലകൃഷ്ണന് പിന്നാലെ സുജയ പാർവതിയും അരുൺകുമാറും ഏഷ്യാനെറ്റിലേക്ക് വരുമെന്ന വാർത്തയാണ്. ഏഷ്യാനെറ്റ് ഉടമകളിൽ ഒരാളായ രാജീവ് ചന്ദ്രശേഖർ വളരെ വലിയ മാറ്റങ്ങളാണ് ചാനലിൽ കൊണ്ടുവരാൻ ഒരുങ്ങുന്നത്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ വഴി സംസ്ഥാനത്തെ നല്ലൊരു വിഭാഗം ജനങ്ങളെ സ്വാധീനിക്കുന്ന ഘടകമായി ചാനലിനെ മാറ്റുകയാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം.